ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10 +1 ആൻഡ് +2 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ് സ്പീച്ച്. സാധാരണ ഹയസ്റ്റ് മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വരാറുള്ളത്. അപ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്പീച്ച് എന്ന് കണ്ടു കഴിഞ്ഞാൽ എല്ലാതിൻ്റെയും തുടക്കത്തിലും ലാസ്റ്റിലും എഴുതാൻ പറ്റിയ ഒരു 4-5 ലൈൻസാണ്. നിങ്ങൾ നിർബന്ധമായിട്ടും കാണാതെ പഠിക്കണം. പിന്നെ വീണ്ടും ഞാൻ പറയുന്നത്, അതായത് നമ്മളുടെ തുടക്കം സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ക്ലിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ക്വസ്റ്റ്യനിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ഒരു പകുതിയെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിക്കൊണ്ട് സ്കോർ ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ നമ്മളുടെ ക്ലാസ്സിലോട്ട് പോവാം. എന്താണ് നമ്മൾ എങ്ങനെയാണ് ഏതൊരു സ്പീച്ചും സ്റ്റാർട്ട് ചെയ്യുക? ഹോണേഡ് ഗസ്റ്റ് ഓൺ ദ ഡേയ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഈ ഒരു സല്യൂട്ടേഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഏതൊരു സ്പീച്ചിൻ്റെയും സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ക്ലിയർ ആയോ? അത് സ്കൂളായിക്കോട്ടെ, ഔട്ട് ഓഫ് സ്കൂളായിക്കോട്ടെ, ഏതൊരു സ്പീച്ചിൻ്റെയും സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു ചേഞ്ചസും വേണ്ട. ഹോണേഡ് ഗസ്റ്റ് ഓൺ ദ ഡേയ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റേജ് എന്നാണ് മീനിങ് കേട്ടോ. ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, അതായത് സ്റ്റേജിലുള്ള പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട അതിഥികളെ, ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സിൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ. അപ്പോൾ ഫസ്റ്റ് പാരഗ്രാഫ് ഇങ്ങനെയാണ് എഴുതേണ്ടത്. പിന്നെ സെക്കൻഡ് പാരഗ്രാഫ് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനാണ്. ഓൺ ദിസ് ഗ്ലോറിയസ് ഒക്കേഷൻ, ഈ നല്ല അവസരത്തിൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആദ്യമായിട്ട് ഐ വുഡ് ലൈക്ക് ടു താങ്ക് ദ പ്രോഗ്രാം കമ്മിറ്റി. ഞാൻ ആദ്യമായിട്ട് ആരോട് നന്ദി പറയുന്നു? പ്രോഗ്രാം കമ്മിറ്റിയോട് നന്ദി പറയുന്നു. ഫോർ ഗിവിങ് മീ ദിസ് ഗോൾഡൻ ചാൻസ്, ആ ഒരു പ്രോഗ്രാം കമ്മിറ്റി എന്ത് ചെയ്തു, എനിക്ക് നൽകി ദിസ് ഗോൾഡൻ ചാൻസ്, ഈ ഒരു സുവർണ അവസരം. ഫോർ വാട്ട്, എന്തിനാണ് നൽകിയത്? ടു സ്റ്റാൻഡ് ബിഫോർ യു, നിങ്ങളുടെ മുന്നിൽ സംസാരിക്കാൻ. അതായത് നിങ്ങളുടെ മുന്നിൽ സംസാരിക്കാൻ അവസരം തന്ന പ്രോഗ്രാം കമ്മിറ്റിയെ ഞാൻ ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നു, നന്ദി പറയുന്നു. അറ്റ് ദിസ് മൊമെൻറ്റ്, ഈ നിമിഷത്തിൽ, ഐ വുഡ് ലൈക്ക് ടു ഷെയർ എ ഫ്യൂ വേർഡ്സ് ഓൺ ദ ടോപ്പിക്, ഞാൻ എന്ത് ചെയ്യുന്നു, നിങ്ങളുമായിട്ട് ടോപ്പിക്കിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നു. പിന്നെ നിങ്ങൾക്ക് ഇൻവെർട്ട് കോമറ്റ് കാണാൻ കഴിയുന്നുണ്ടാവും. ആ ഒരു ഭാഗത്താണ് ടോപ്പിക്കിൻ്റെ പേര് എഴുതേണ്ടത്. ടോപ്പിക്കിൻ്റെ പേര് എവിടെ ഉണ്ടാവും? നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും. ചിലപ്പോൾ ഒരു പക്ഷേ ശരിക്കും ഇൻവെർട്ട് കോമലൻ എടുത്ത് കാണിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമ്മൾ അതിൽ നിന്ന് കണ്ടെത്തേണ്ടി വരും. അപ്പോൾ 2 പാരഗ്രാഫ് ഓക്കെ ആയിട്ടുണ്ട്. രണ്ടാമത്തെ പാരഗ്രാഫിൽ ആ ടോപ്പിക്കിൻ്റെ അവിടെ ഞാൻ ബ്ലാങ്ക് ആക്കി വിട്ടിട്ടുണ്ട്. ആ ബ്ലാങ്ക് ആക്കി വിട്ട ഭാഗത്താണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ആ ടോപ്പിക്കിനെ പറ്റി എഴുതേണ്ടത്. ക്ലിയർ ആയി എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. 2 പാരഗ്രാഫ് ഓക്കെ എന്ന് വിചാരിക്കുന്നു. പിന്നെ 3-ാമത്തെ പാരഗ്രാഫ് ഞാൻ റെഡ് ഇങ്കോണ്ടാണ് ഞാനിങ്ങനെ ഡോട്ട് ഇട്ട് വെച്ചിരുന്നത്. ആ ഭാഗത്താണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ടോപ്പിക്കിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. പല ആൾക്കാരും ചെയ്യാറുള്ളത് ആ സെക്കൻഡ് പാരഗ്രാഫ് നേരെ കണ്ടിന്യൂ ചെയ്തു പോകും. പക്ഷേ അങ്ങനെയല്ല ശരിക്കും വേണ്ടത്. ആ ടോപ്പിക് നേരിട്ട് ടോപ്പിക്കിൻ്റെ പേര് അവിടെ എഴുതുക. അടുത്ത പാരഗ്രാഫിൽ എന്ത് ചെയ്യുക, ടോപ്പിക്കിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ വളരെ സിമ്പിളാണ്. ഫസ്റ്റ് പാരഗ്രാഫിലൊന്നും വേണ്ട. ഹോണേഡ് ഗസ്റ്റ് ഓൺ ദ ഡേയ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് എന്ന് നേരെ എഴുതുക. സെക്കൻഡ് പാരഗ്രാഫിൽ ആ ടോപ്പിക് എന്ന് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ടോപ്പിക്കിൻ്റെ പേര് എഴുതണം. പിന്നെ ലാസ്റ്റ് ഇവിടെയൊക്കെ ഞാൻ ബ്ലാങ്ക് ആക്കി വിട്ടുന്ന റെഡിങ് കൊണ്ട് അവിടെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ടോപ്പിക്കിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുക. ലാസ്റ്റ് എൻ്റെ കൺക്ലൂഷൻ, ഐ ഡോണ്ട് വാണ്ട് ടു പ്രൊലോങ് മൈ വേർഡ്സ്, ഞാൻ എന്ത് ചെയ്യുന്നില്ല, എൻ്റെ വാക്കുകൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വൺസ് അഗെയിൻ, ഒരിക്കൽ കൂടെ, ഐ എക്സ്പ്രസ് മൈ സിൻസിയർ താങ്ക്സ് ടു വൺ ആൻഡ് ഓൾ, ഇവിടെ ഒരുമിച്ച് കൂടി എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി ഒരിക്കൽ കൂടെ പറയുന്നു. അപ്പോൾ ഇതാണ് ഈ എൻഡിങ്. വളരെ സിമ്പിളായിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഏതൊരു സ്പീച്ചിൻ്റെയും സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും ഈ സംഭവങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഫോർമാറ്റ് എഴുതുന്നതിൻ്റെ ഒരു മാർക്ക് കിട്ടും. നമുക്കറിയാം ഏതൊരു ഹയസ്റ്റ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എഴുതുമ്പോഴും ഫോർമാറ്റ് വേണ്ടി വരും. ഇപ്പോൾ സ്പീച്ച് ആയിക്കോട്ടെ, പോയിങ് കമ്പാരിസൺ ആയിക്കോട്ടെ, ക്യാരക്ടർ സ്കെച്ച് ആയിക്കോട്ടെ, ഇമെയിലേക്ക്, അതിൻ്റേതായ ഒരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യണം. ക്ലിയറായോ? അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾക്ക് 10ാം ക്ലാസ്സുകാർക്ക് യൂസ് ചെയ്യാം, +1കാർക്ക് യൂസ് ചെയ്യാം, അതേപോലെ തന്നെ +2കാർക്ക് യൂസ് ചെയ്യാം. അപ്പോൾ വളരെ സിമ്പിളായ വേർഡ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഒരു സല്യൂട്ടേഷനും ഇൻട്രൊഡക്ഷനും ഒരു കൺക്ലൂഷനും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. കാണാതെ പഠിക്കുക തന്നെ വേണം. കാണാതെ പഠിച്ചാൽ മാത്രം പോരാ, എഴുതി പഠിക്കുക തന്നെ വേണം. എസ്പെഷ്യലി ബാക്ക്വേർഡ്സൊക്കെ എന്ത് ചെയ്യണം, എഴുതി പഠിക്കുക തന്നെ വേണം. എന്നാൽ മാത്രമാണ് എക്സാം ഹാളിൽ നിന്ന് അവർക്ക് പെട്ടെന്ന് അവരുടെ മൈൻഡിലേക്ക് വരുള്ളൂ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചോദിക്കാം, കമൻറ്റ് വഴി ചോദിക്കാം. എനിവേ, താങ്ക് യു.